ഒരു പെണ്ണിന് ഇഷ്ടമല്ലാത്ത ഈ വിശ്വാമിത്രന്റെ മനസ്സിലാക്കിയ ആ മേനക ആരാ? എന്നോടൊന്നും ഒളിക്കണ്ട. ഇത്ര പ്രത്യേകത തോന്നാൻ മാത്രം അവൾക്ക് എന്താ സ്പെഷ്യൽ ആയിട്ടുള്ളത്? ഐഷു, അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. മര്യാദയ്ക്ക് പറഞ്ഞോ, എനിക്കില്ലാത്ത എന്ത് പ്രത്യേകത അവൾക്കുള്ളത്? ഐഷു, നീ എന്താ ഇങ്ങനെ? പറ, എനിക്കറിയണം. അംഗീകരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ സമ്മതിക്കാം. അല്ലാതെ ഒരു വിവാഹം കഴിച്ച് ജീവിക്കാൻ മാത്രമാണ് ഉദ്ദേശമെങ്കിൽ ഞാനുണ്ട് ഇവിടെ. എന്നെ കൊന്നിട്ട് വേണമെങ്കിൽ കെട്ടിക്കോ. ഐഷു, നീ എന്റെ പെങ്ങളല്ലേ? അല്ല, പെങ്ങളാക്കി രക്ഷപ്പെടാൻ നോക്കണ്ട. ഞാൻ മോഹിച്ചതാ. ഞാൻ നിന്നെ അങ്ങനെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? കാണില്ല, എനിക്കറിയാം. വലിയ ആദർശവാദിയല്ലേ. എന്നിട്ടിപ്പോ എന്തായി? പറ, എനിക്കറിയണം. പറ. പറയാം. എന്റെ ഉമ്മാന്റെ വലിയൊരു ആഗ്രഹമാണ് ഈ കല്യാണം. ഐഷു, നീയായിട്ടതില്ലാതാക്കരുത്. ഇല്ല ഷാജിക, സത്യമായിട്ടും ഞാൻ അങ്ങനെയൊന്നും കാണില്ല. മോളെ, ആ ബാപ്പ ഇതുവരെ റെഡി ആയില്ലേ? വേഗം ചെന്ന് റെഡിയാവോ ബാപ്പ, സമയായി. സമയം വൈകിപ്പോയിന്ന് വാപ്പാക്ക് മനസ്സിലായി മോളെ. ഈ വീട്ടില് ഇജ് മരുമോളായി കാലുകുത്തുന്നായിരുന്നു വാപ്പാന്റെ വിചാരം. എല്ലാത്തിനും ഓരോ സമയമുണ്ട് ബാപ്പ, ഓരോ യോഗവും. പടച്ചോൻ തീരുമാനിക്കുന്നേ നടക്കൂ. നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റൂ. പിന്നെ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കാൻ ബാപ്പയ്ക്ക് അവകാശമില്ലാന്ന് കൂട്ടിക്കോളൂ. ഒരു കുടുംബത്തിൽ കയറ്റാൻ പറ്റുന്ന കുട്ടിയായിട്ടാണോ എന്നെ വളർത്തിയത്? ഒന്നേ ഉള്ളെങ്കിലും ഒലക്കൊണ്ട് അടിക്കണമെന്നാ പറയാ. ഒരു ഈർക്കിലി കൊണ്ടെങ്കിലും ഒന്ന് തന്നിരുന്നെങ്കിൽ ഞാനും നന്നായേനെ. പെൺമക്കളെ വളർത്താനും അവരുടെ മനസ്സറിയാനും ഉമ്മ തന്നെ വേണം ബാപ്പ. ഇല്ലെങ്കിൽ നൂലില്ലാത്ത പട്ടം പോലെ എവിടെയെങ്കിലും ചെന്ന് വീണ് കീറി പറഞ്ഞ് നാശമാവും. ബാപ്പ വിഷമിക്കണ്ട. ഷാജുക്ക എന്നെ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് കണ്ടിട്ടില്ല. ഷാജുക്കാനെ പോലെ ഒരാളുടെ മനസ്സിൽ പെങ്ങളായി ജീവിക്കുന്ന തന്നെ എന്റെ ഭാഗ്യമോ ബാപ്പ. ബാപ്പ വേഗം ചെന്ന് റെഡിയാവ്. ഈ വീട്ടിൽ നമ്മൾ വന്നത് ഒരു വേഷം കെട്ടിയിട്ടാ. ഷാജുഖാന്റെ മനസ്സ് മാറ്റാനുള്ള വേഷം. ആ വേഷം കഴിഞ്ഞു. ഇത് അവസാനത്തെ വേഷം. ഈ വേഷം കൂടി അഴിച്ചു വെച്ച് എനിക്കൊരു സാധാരണ പെൺകുട്ടിയായി കഴിയണം, ബാപ്പാന്റെ മോളായിട്ട്. എന്റെ ബാപ്പാവാൻ ഇതുവരെ എനിക്ക് കഴിഞ്ഞില്ലല്ലോ മോളെ. ഇനിയിപ്പോ കഴിയും. മനസ്സുണ്ടെങ്കിൽ വഴിയുണ്ടാവും. എല്ലാം ശരിയാവും. ബാപ്പാന്റെ മോൾക്കുണ്ടാവും ഒരു നല്ല ജീവിതം. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ നിക്കാഹ് ഭംഗിയാക്കുക എന്നുള്ളതാ. ബാപ്പ ചെല്ല്, വേഗം റെഡിയാവ്. ഞാൻ ചെന്നിട്ട് വേണം ഒപ്പന തുടങ്ങാൻ. ചെല്ല്.